ഹായ് ഓൾ, ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനത്തിൻ്റെ PSC സീയിങ് ടീച്ചർ നോട്ടിഫിക്കേഷൻ ആൻഡ് സിലബസ് എക്സ്പ്ലനേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ UP സ്കൂൾ സീയിങ് ടീച്ചർ കാറ്റഗറി നമ്പർ 324/2022 നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ സിലബസിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാറ്റഗറി നമ്പർ 324/2022 ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ. നെയിം ഓഫ് പോസ്റ്റ് സീയിങ് ടീച്ചർ UP സ്കൂൾ. സ്കെയിൽ ഓഫ് പേ 35,600 to 75,400. ബേസിക് സ്കെയിൽ എന്ന് പറയുന്നത് 35,600 നമ്പർ ഓഫ് വേക്കൻസീസ് 1. അത് പാലക്കാട് ജില്ലയാണ്. അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് 2022 നോട്ടിഫിക്കേഷൻ വന്നത്. നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വേക്കൻസി ഉണ്ടായിരുന്നു, ഒരു വേക്കൻസിയാണ്. ഇത് നമ്മൾ എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് 3 വർഷം വരെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ട്. അപ്പോഴേക്കും വേക്കൻസി കൂടാൻ സാധ്യതയുണ്ട്. മെത്തേഡ്സ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 to 40. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടാതെ ഓരോ റിസർവേഷൻ കാറ്റഗറി റിസർവേഷൻ അനുസരിച്ചിട്ട് മറ്റുള്ള PSC കിട്ടുന്ന പോലെ തന്നെ മറ്റ് റിസർവേഷൻ നമ്മുടെ ഏജ് ലിമിറ്റ് നമ്മുടെ PSCക്കും ലഭിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ബേസിക് ക്വാളിഫിക്കേഷൻ കേരള ഗവൺമെൻറ് നടത്തുന്ന SLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഏതെങ്കിലും കോഴ്സുകൾ. അതുപോലെ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ KGT, നമ്മുടെ KGT ഹയർ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം, അല്ലെങ്കിൽ MGT കോഴ്സ് ഹയർ കഴിഞ്ഞവരായിരിക്കണം. ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ടൈലറിംഗ് ഓഫ് KGT ഓർ MGT, ഈ 2 ബേസിക് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. ഇനി അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്മാൻ ഇഷ്യൂഡ് ബൈ കമ്മീഷൻ ഫോർ ഗവൺമെൻറ് ഓഫ് എക്സാമിനേഷൻ കേരള ഗവൺമെൻറ് എക്സാമിനേഷൻ നടത്തുന്ന ക്രാഫ്റ്റിലെ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റാണ്. അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്മാൻഷിപ്പ്, ടൈലറിംഗ് ആൻഡ് എംബ്രോയിഡറി. ഇങ്ങനെ ഇത്രയും ഈക്വലൻസി ഇത്രയും കോഴ്സുകൾ കഴിഞ്ഞ ആൾക്കാർക്ക് നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി, MG യൂണിവേഴ്സിറ്റി നടത്തുന്ന ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി, അല്ലെങ്കിൽ BSc ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈൻ ടെക്നോളജി, BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്, ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ഇഷ്യൂഡ് ബൈ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നീ ക്വാളിഫിക്കേഷനുള്ള വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. കൂടാതെ മസ്റ്റ് ഹാവ് പാസ് ദ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ KTET പാസ്സായവർക്ക് മാത്രമേ നമ്മുടെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ബേസിക്കായിട്ട് SLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതോടൊപ്പം KGT ഓർ FDGT അല്ലെങ്കിൽ BSc ഇനി NCVT അങ്ങനെയുള്ള ഫാഷൻ ടെക്നോളജി അംഗീകാരമുള്ള കോഴ്സുകൾ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സാം ഡീറ്റെയിൽസ്. കാറ്റഗറി നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു, 324/2022. നെയിം ഓഫ് പോസ്റ്റ് സീയിങ് ടീച്ചർ UP സ്കൂളാണ്. എഡ്യൂക്കേഷൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ജില്ല പാലക്കാട് ജില്ല എന്ന് പറഞ്ഞു. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 3/8/2023 ട്യൂസ്ഡേ ആണ്. ഡേറ്റ് ഓഫ് കൺഫർമേഷൻ 23/5/2023 to 11/6/2023 വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു. അഡ്മിഷൻ ടിക്കറ്റ് 20/7/2023 സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. മോഡ് ഓഫ് എക്സാമിൻ്റെ മോഡൽ എന്ന് പറയാം, ഒന്നെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ OMR, ഇങ്ങനെ 2 ഓപ്ഷൻ ഉള്ളത്. അതായത് കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ OMR എക്സാമും, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂവെങ്കിൽ ഓൺലൈൻ എക്സാം ആയിട്ടാണ് നടക്കുക. അതെന്തായാലും അടുത്ത 10-ാം തീയതിക്കുള്ളിൽ ഇതിൻ്റെ ലിസ്റ്റ്, എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുത്തവരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓൺലൈൻ ആണോ OMR ആണോ എന്ന്. മീഡിയം ഓഫ് എക്സാം എന്ന് പറയുന്നത് മലയാളം, തമിഴ്, കന്നഡ, ഏത് ലാംഗ്വേജ് നമുക്ക് പറ്റിയ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഡ്യൂറേഷൻ 1 മണിക്കൂറും 30 മിനിറ്റുമാണ്.
നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 583 പേരാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് കൺഫർമേഷൻ കൊടുത്തവർ എത്ര എന്നുള്ളത് നമുക്ക് ഒരു 10 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത മാസം 10-ാം തീയതിക്ക് ശേഷം PSC സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇനി സിലബസ് എന്താണെന്ന് നോക്കാം. പാർട്ട് 1 ടൈലറിങ്. 80 മാർക്കിനാണ് ടൈലറിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 80 മാർക്ക് ടൈലറിങ്ങും 20 മാർക്ക് GKയും, അങ്ങനെ ടോട്ടൽ 100 മാർക്കിൻ്റെ എക്സാമാണ്. അതിൽ 80 മാർക്കിൽ മൊഡ്യൂൾ ഫസ്റ്റ് 7 മൊഡ്യൂളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ബേസിക് ഓപ്പറേഷൻസിൽ ഹാൻഡ് സ്റ്റിച്ചസ് വരുന്നുണ്ട്, ടെമ്പററി സ്റ്റിച്ചസ് വരുന്നുണ്ട്, പെർമനൻറ്റ് സ്റ്റിച്ചസ് വരുന്നുണ്ട്, എംബ്രോയ്ഡറി സ്റ്റിച്ചസ് വരുന്നുണ്ട്, മാർക്കിംഗ് സ്റ്റിച്ചസ് വരുന്നുണ്ട്, വേരിയസ് കൈൻഡ്സ് ഓഫ് എംബ്രോയ്ഡറി വർക്ക് സച്ചസ് താമ്പൂർ എംബ്രോയ്ഡറി, കാന്താവർ, അങ്ങനെ ട്രഡീഷണൽ എംബ്രോയ്ഡറികൾ വരുന്നുണ്ട്. അതോടൊപ്പം സ്യൂയിങ് മെഷീൻ, സ്യൂയിങ് ടൂൾസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് ടൈലറിങ്ങിൻ്റെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ഇതിൽ 35 മാർക്സ് ആണ് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ഈ ഏരിയകളിലാണ്. അടുത്തത് മൊഡ്യൂൾസ് 2 വരുന്നത് ഫൈബേഴ്സിനെ കുറിച്ചാണ്. അതിൽ നാച്ചുറൽ ഫൈബർ, മാൻമെയ്ഡ് ഫൈബർ, സിൻഡിക്കേറ്റ് ഫൈബർ, അങ്ങനെ ഫൈബേഴ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ ഫീച്ചേഴ്സും സെലക്ഷൻ ഓഫ് ഫാബ്രിക്കൊക്കെയാണ് വരുന്നത്. അത് 10 മാർക്സ് ആണ് ഫൈബേഴ്സിൽ നിന്നും വരുന്നത്. അടുത്ത മൊഡ്യൂൾ 3 വരുന്നത് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ, ഗാർമെൻറ്റ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിനെ കുറിച്ചാണ് വരുന്നത്. അത് 15 മാർക്സിൻ്റെ ആണ് മൊഡ്യൂൾ 3 വരുന്നത്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സീം, ഡാർട്ട്, പ്ലീറ്റ്സ്, ടക്സ്, പ്ലാക്കറ്റ്സ്, പോക്കറ്റ്സ്, സ്ലീവ്സ്, കോളേഴ്സ്, ഫുൾനെസ് ഇൻ ഗാർമെൻറ്റ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ എന്നുള്ളതിൽ വരുന്നത്. മൊഡ്യൂൾ 4 കളർ തിയറിയാണ്, ഫാഷൻ ഇല്ലുസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റാണ് ഇത് വരുന്നത്. കളർ തിയറിയാണ്. പ്രൈമറി കളർ, സെക്കൻഡറി കളർ, ടെർഷ്യറി കളർ, കൂൾ കളർ, വാം കളർ, കളർ സ്കീം. ഇത്രയും കളർ തിയറിയിൽ നിന്ന് വരുന്നത് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. മൊഡ്യൂൾ 5 വരുന്നത് നിറ്റിംഗ് ആണ്. നിറ്റിങ്ങിൽ ബേസിക് നിറ്റിംഗ്, അതിൽ വരുന്നത് കാസ്റ്റിംഗ് ഓൺ, കാസ്റ്റിംഗ് ഓഫ്, നിറ്റ്, പേള്, അങ്ങനെ പാറ്റേൺസിനെ കുറിച്ചിട്ട് ഡിക്രീസിങ്ങും ഇൻക്രീസിങ്ങും. ഇത്രയാണ് മൊഡ്യൂൾ 5 നിറ്റിങ്ങിൽ വരുന്നത്. അതും 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നിറ്റിങ്ങിൽ വരുന്നത്. മൊഡ്യൂൾ 6 വരുന്നത് പാറ്റേൺസിനെ കുറിച്ചാണ്. ടൈപ്സ് ഓഫ് പാറ്റേൺ മേക്കിംഗ് ടെക്നിക്സ്, ഇതാണ് പാറ്റേൺസ് എന്ന് വരുന്നത്. ഇതും 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. മൊഡ്യൂൾ 7 വരുന്ന ടെക്നിക്കൽ ടേംസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ടെക്നിക്കൽ ടേംസ്. ആ ടെക്നിക്കൽ ടേംസ് യൂസ്ഡ് ഇൻ ടൈലറിങ്ങിന് ആവശ്യമായ സാങ്കേതിക പദങ്ങൾ ആണ് ടെക്നിക്കൽ ടേംസ്. അതിൽ നിന്നും 5 മാർക്ക്. ഇങ്ങനെ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടൈലറിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിന്ന് വരുന്നത്. അടുത്ത പാർട്ട് വരുന്നത് പാർട്ട് 2 ജനറൽ നോളജ് ആണ്. ജനറൽ നോളജ് വരുന്നത് കറൻറ്റ് അഫയേഴ്സും റിനൈസൻസ് ഇൻ കേരളയും, കേരള നവോത്ഥാനവും കറൻറ്റ് അഫയേഴ്സുമാണ് പാർട്ട് 2 വരുന്നത്. റിനൈസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, ഇതാണ് ഒരു സെക്ഷൻ, പാർട്ട് 2 വരുന്ന ഒരു ഭാഗം. അടുത്തത് ഇഫോർട്സ് ടു റിഫോം ദ സൊസൈറ്റി, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ്, സാമൂഹിക മതപരമായ സംഘടനകളെ കുറിച്ചിട്ടാണ് വരുന്നത്. സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ്, സമരങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മുടെ കേരള നവോത്ഥാനത്തിൽ വന്നിരിക്കുന്ന സമരങ്ങളെക്കുറിച്ചിട്ടാണ് കേരള റിനൈസൻസ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അടുത്തത് റോൾസ് ഓഫ് പ്രസ് ഇൻ റിനൈസൻസ്, പത്രങ്ങളുടെ സ്വാധീനം, നമ്മുടെ കേരള നവോത്ഥാനത്തിൽ പത്രങ്ങളുടെ സ്വാധീനങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ എഡിറ്ററെ കുറിച്ചിട്ടൊക്കെയാണ് അടുത്ത ഭാഗം വരുന്നത്. അവേക്കിംഗ് ത്രൂ ലിറ്ററേച്ചർ, നോവൽ, ഡ്രാമ, പോയട്രി എന്നിവയെക്കുറിച്ചിട്ട് കുറേ കൃതികളെക്കുറിച്ചിട്ടും സാഹിത്യങ്ങളെക്കുറിച്ചിട്ടുമാണ് അടുത്തത് വരുന്നത്. വുമൺസ് ആൻഡ് സോഷ്യൽ ചേഞ്ചസ്, അടുത്തത് വരുന്നത് വുമൺസ് ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ആണ്. ലീഡേഴ്സ് ഓഫ് റിനൈസൻസ്, നവോത്ഥാന നായകന്മാരെക്കുറിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത്. ലിറ്റററി ഫിഗേഴ്സ്, സാഹിത്യകാരന്മാരെ കുറിച്ചിട്ട്, സാഹിത്യകാരന്മാർ, അവരുടെ കൃതികൾ എന്നിവയെക്കുറിച്ചാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ സീയിങ് ടീച്ചർ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 80 മാർക്ക് നമ്മുടെ ടൈലറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റും അല്ലെങ്കിൽ സീയിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റും 20 മാർക്ക് കറൻറ്റ് അഫയേഴ്സ് ആൻഡ് കേരള റിനൈസൻസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം എന്ന് പറഞ്ഞാൽ 80 മാർക്കാണ് നമുക്ക് സീയിങ് സബ്ജക്റ്റ് ഉള്ളത്. നമ്മൾ പഠിച്ച സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതും സീയിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഈ സിലബസ് അനുസരിച്ചാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അപ്പം ഒരുപാട് കേട്ടറ്റിൻ്റെ ക്ലാസ്സായും PSCയുടെ ക്ലാസ്സും ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്. 10 വർഷമായിട്ട് FDGT സെൻറ്ററാണ്, FDGT കോഴ്സ് നടത്തുന്ന സെൻറ്ററാണ് ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈൻ. അതുകൊണ്ട് തന്നെ KGT 10-ൻ്റേതായാലും FDGTൻ്റെ ആയാലും സിലബസുകൾ നന്നായിട്ട് കൈകാര്യം ചെയ്ത ടീച്ചേഴ്സാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കോൺടാക്റ്റ് നമ്പറുമായി ബന്ധപ്പെടുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിലബസ് നോട്ടിഫിക്കേഷനായിട്ട് സിലബസ് ക്ലാസ്സുകൾ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.